അളിയന്മാർ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മൾ ചുരുളി സ്റ്റൈലിൽ ഒരു മത്തിക്കറിയാണ്. മത്തിക്കറി എന്ന് പറഞ്ഞതേ ഇരിക്കുന്ന മത്തിയുണ്ട്. ഈ സാധനത്തിനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഒരു പാത്രത്തിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ചു കൊടുക്കുന്നു. വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു പിടി കടുക് കണ്ടിട്ട് കൊടുക്കുന്നു. എൻ്റെ പൊന്നളിയാ, കടുക് കിടന്ന് പൊട്ടണ പൊട്ട് കണ്ട. ആ കടുക് അങ്ങോട്ട് പൊട്ടുമ്പോൾ നമ്മൾ കുറച്ച് ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ഉലുവയും കടുകും കൂടെ കിടന്ന പൊട്ടുന്ന പൊട്ട് കണ്ടോ. അപ്പോൾ അടുത്ത പൊട്ടാനുള്ള സാധനം നമ്മൾ ഇടുകയാണ് കറിവേപ്പില. ഇതായിരുന്നു ഒരു 1.5 പൊട്ട് അല്ലേ. ബോംബ് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടുന്നു. ആ പൊട്ടലൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പം നമ്മുടെ കൊച്ചുള്ളി, ഒരു 10 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ചുരുളി സ്റ്റൈൽ മത്തിക്കറിക്ക് നമ്മൾ ഒരു അരമുറി സവാള അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കും. സവാള നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. കൊച്ചുള്ളി സവാള അത് കിടന്ന് അങ്ങോട്ട് മൂപ്പ് ഉണ്ടാ. അത് കഴിയുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും, ഒരു 5 കഷ്ണം വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടെ മൂത്ത് കഴിയുമ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 8 പച്ചമുളകാണ് നമ്മൾ ചുരുളി സ്റ്റൈലിൽ മത്തിക്കറിയിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. അതിനുശേഷം നല്ല മുളക്, ഒരു 3 സ്പൂണ് മുളക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു. മുളക് പൊടി ഒരു 3/4 സ്പൂണ് കാശ്മീരി മുളക് പൊടി, പിന്നെ ഒരു 5 സ്പൂണ് മല്ലിപ്പൊടി. മല്ലിപ്പൊടി സാധാരണ ചിലർ ഇങ്ങനെ ഇടാറില്ല, പക്ഷെ നമ്മൾ ചുരുളി സ്റ്റൈലിൽ നമ്മൾ മല്ലിപ്പൊടി ചേർക്കും മക്കളെ, നല്ല കൊഴുപ്പ് കിട്ടാൻ. അതിനുശേഷം ഇടുന്നത് എന്താണെന്നറിയാവോ? നല്ല ഫിഷ് മസാല നമ്മളൊരു 1.5 സ്പൂൺ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ ബോംബ് പോലെ പൊടി പോലെ കൊണ്ട് പറക്കുന്ന സാധനം കണ്ടോ, എന്തോ അത് ഉലുവാപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി. ഇത്രയാണ് പൊടി ഐറ്റംസ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് അവനായിട്ട് അങ്ങോട്ട് ഇളക്കും. എൻ്റെ പൊന്നടാവേ, ഇളക്കി അവനെ തണ്ട് ഈ ഒരു അവസ്ഥയിൽ അങ്ങോട്ട് എത്തിക്കുമ്പം പിന്നെ നമ്മൾ എന്തോ ചെയ്യേണ്ടതെന്നറിയാമോ? നമ്മുടെ കൊടംപുളി നമ്മളൊരു ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു കുറേ നേരമായിട്ട്. അവനെ അങ്ങോട്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എൻ്റെ പൊന്നടാവേ, ആ കൊടംപുളിയുടെ ഇത് നമ്മളങ്ങനെ മാറ്റി വെക്കും കേട്ടോ. എന്നിട്ട് ഇതിനെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക. ചുരുളിയാണ് മോനെ, ചുരുളി. ഇത് കഴിച്ചിട്ട് ചുരുളി പോലെ നമ്മളിവിടെ കിടക്കും. അതിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ എരിവും ഉപ്പും പുളിയും എല്ലാം അമ്മാതിരി ഒരു സാധനമാണ്. അതിനുശേഷം നമ്മളാണെങ്കിൽ ഒരു 2 സ്പൂണ് ഉപ്പ് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടി ഈ ഉപ്പിന് ഇച്ചിരി എന്താ പറയുക, ഉപ്പ് കുറവല്ലേ. അതിനുശേഷം നമ്മൾ മുമ്പ് മാറ്റി വെച്ചിരുന്ന കൊടംപുളി അങ്ങോട്ട് ചെറിയ പീസുകളായിട്ട് മുറിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ആ മുളകൊക്കെ കിടക്കുന്ന കണ്ടോ. ആ മുളക് പൊടിയിലെ മുളക്, കാശ്മീരി ചില്ലിയിലെ മുളക്, ഇതെല്ലാം അങ്ങനെ കിടന്ന് അങ്ങോട്ട് തിളച്ച് കഴിയും. നല്ല ചെറു കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചേക്കുന്ന നമ്മുടെ മത്തി അങ്ങോട്ട് ഇടുകയാണ്. മത്തി, ചാള, എന്ത് പറഞ്ഞാലും ചുരുളിയിൽ മത്തിക്കറി അല്ലെങ്കിൽ ചാളക്കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും വേറെ തന്നെയാണ്. ഇത് അടിച്ച് നമ്മളൊരു ചുരുളിയായിട്ടിരുന്ന് ഇവിടെ കിടക്കും മക്കളെ. അത് കഴിഞ്ഞ് അതിനെ അങ്ങോട്ടൊന്ന് വെച്ചൊന്ന് ഇളക്കി ഇതൊന്ന് മൂടി വെച്ച് ഒരു 8 അല്ലെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പം അവനെ അങ്ങോട്ട് തുറന്ന് നോക്കാൻ പോവാം നമ്മൾ. തുറന്ന് നോക്കുമ്പം ആ വരുന്ന മണം, ഇത് അടച്ചു വെച്ചേക്കുമ്പം തന്നെ ആ മണമായിരുന്നു. എൻ്റെ പൊന്നളിയാ, ഒന്നും പറയണ്ട, മത്തിക്കറിയുടെ ഒരു മണം. എൻ്റെ ചുരുളി മച്ചാമാരെ, വായോ വന്നി മത്തിക്കറി കഴിക്കോ.